മാർത്തോമ വിഷൻ്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ അതിഥികളായി എത്തിയത് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സീനിയർ വികാരി ജനറലായിരുന്ന ഏറെ ആദരണീയനായ വെരി റവറൻ ജോർജ് മാത്യു അച്ഛനാണ്. അച്ഛനോടൊപ്പം മിനി കൊച്ചമ്മയും ഈ എപ്പിസോഡിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരുവരെയും വളരെ ഹൃദ്യമായി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ ശുശ്രൂഷ ജീവിതം 39 വർഷമായിരുന്നു. 1985 വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. 2021 വികാരി ജനറലായിട്ട് ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നു. സീനിയർ വികാരി ജനറലാവുന്നു. ഈ കഴിഞ്ഞ ജൂൺ 30 സജീവ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചു. അച്ഛൻ്റെ ശുശ്രൂഷ ജീവിതം ഏറ്റവും ധന്യമായിരുന്നു, ഏറ്റവും അനുഗ്രഹീതമായിരുന്നു. പുഞ്ചിരിക്കുന്ന മുഖവുമായി വിശ്വാസ സമൂഹത്തിനിടയിൽ നിന്ന ഒരു പട്ടക്കാരനാണ് ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ. അച്ഛൻ്റെ ഒരു ശുശ്രൂഷ ജീവിതത്തിൻ്റെ ഒരാരംഭം, കുടുംബം, ഇടവക, ഇതൊക്കെ എങ്ങനെ ഒന്ന് വളരെ ചുരുക്കമായിട്ടൊന്ന് വിശദീകരിക്കാം. ദൈവത്തിൻ്റെ കൃപയാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നാട്ടിലെ ഏറ്റവും ദൈവകൃപയുള്ളൊരു ഇടവകയിലെ അനുഗ്രഹം നിറഞ്ഞൊരു കുടുംബത്തിൽ ജനിക്കുവാൻ, നല്ല മാതാപിതാക്കളുടെ മകനാകാൻ, സഹോദരങ്ങളുടെ സഹോദരനായി ജനിക്കുവാൻ ഭാഗ്യം കിട്ടി. ഞാൻ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയാൻ കാരണം, ഞങ്ങളുടെ കീക്കൊഴൂർ മാർത്തോമ പള്ളിയിൽ ഞങ്ങളിപ്പോൾ 18 അച്ഛന്മാരുണ്ടായി. ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഓരോ വർഷവും ഓരോരുത്തർ സെമിനാരിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ പോകുവാൻ കാരണം ഞങ്ങളുടെ നാട് ഒരു ദൈവിക മൂല്യമുള്ളതും ആത്മീയ തീഷ്ണതയുള്ളൊരു നാടായിരുന്നു. ഞങ്ങളുടെ ഇടവകയും അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ ഇടവകയിൽ ഞാൻ വളർന്നു വന്നപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങളുടെ പള്ളി തുറന്നിട്ട് പള്ളിയിലെ യുവജനങ്ങൾ ഒന്നിച്ചു വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രയർ ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാവരും എന്നും പോകുമായിരുന്നു. ഞങ്ങൾ 4 മണിക്ക് പന്ത് കളിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം വൈകിട്ട് വന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും പോയിരുന്ന് വീട്ടിൽ പഠിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഉറങ്ങുക. എൻ്റെ കുടുംബം ദൈവകൃപയിലൂടെയാണ് ഞങ്ങളെ 5 മക്കളെ വളർത്തിയത്. എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന, മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന അതെന്നെ ഒത്തിരി സ്വാധീനിച്ചു. അവരിലൂടെയാണ് വാസ്തവത്തിൽ ഞാൻ ദൈവത്തെ പരിചയപ്പെട്ടത്. ഇടവകയിലൂടെ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. ഞങ്ങളുടെ കീഴ്ക്കൊഴൂർ മാർത്തോമ ഇടവക, അവിടുത്തെ വൈദികർ, അവിടുത്തെ ആത്മായർ, അവിടുത്തെ യുവജന സഖ്യം, ഇതൊക്കെ ഞങ്ങൾ സൺഡേ സ്കൂൾ, ഇതെല്ലാം ഞങ്ങളെ ആത്മീയമായി വളർത്തുന്നതിൽ ഒത്തിരി പങ്ക് വഹിച്ചു. ഇതിലെൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തെ ശരിക്കും രുചിച്ചറിയാൻ സംഭവിച്ച ഒരു അനുഭവമുണ്ട്. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, സ്കൂളിൽ ഞാനൊന്ന് വീണു. പക്ഷേ ആ വീഴ്ച വീട്ടിൽ പറയാൻ പേടിയായിരുന്നു. കാരണം അന്നൊക്കെ വീണെന്ന് പറഞ്ഞാൽ അടി കിട്ടുമായിരുന്നു, നോക്കി നടക്കണം എന്നൊക്കെ പറയുമായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ പറഞ്ഞില്ല, ഒന്നും സംഭവിച്ചുമില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഏന്തി നടക്കേണ്ടി വന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാൻ വയ്യാതായി. ഞാൻ ശയ്യാവലംബിയായി തീർന്നു. 7 വയസ്സേ ഉള്ളൂ. എല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വീട്ടിലെ കട്ടിലേക്ക് കിടക്കുകയായിരുന്നു. അങ്ങനെ കിടന്നപ്പോൾ എന്നെ പല ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ ചികിത്സിച്ചെങ്കിലും എനിക്ക് സൗഖ്യം ഉണ്ടായില്ല. ആ സന്ദർഭങ്ങളിൽ എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ സഹോദരങ്ങളും ഞങ്ങളുടെ വീട്ടുകാരും എൻ്റെ കിടക്കയ്ക്ക് ചുറ്റും വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച രംഗങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവം ആ പ്രാർത്ഥന കേട്ടു. ഏകദേശം 1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സൗഖ്യം തിരിച്ചു കിട്ടി. ആ സൗഖ്യം കിട്ടിയപ്പോൾ ഞാനൊന്നും ശരിക്കൊന്നും അറിഞ്ഞില്ല. എങ്കിലും ദൈവം പ്രാർത്ഥന കേട്ടു, എനിക്ക് സൗഖ്യം കിട്ടിയെന്നേ അറിഞ്ഞുള്ളൂ. ഇതെൻ്റെ മനസ്സിൽ ഒരു ദൈവ അവബോധം നൽകിയ വലിയൊരു സംഭവമാണ്. ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10 വയസ്സായപ്പോൾ ഞാൻ അറിവോടുകൂടി എൻ്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ചപ്പോൾ ഞാൻ എന്നും തിരിഞ്ഞു നോക്കുമ്പോൾ 7ാം വയസ്സിലുണ്ടായ ഈ വിടുതലിൽ ദൈവം എന്നെ സൗഖ്യമാക്കിയതുകൊണ്ട് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും എനിക്കൊരു ബോധ്യം വന്നു. ഈ ബോധ്യത്തിലാണ് വളർന്നു വന്നത്. ഈ വൈദിക ശുശ്രൂഷയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന മറ്റൊരു വഴി ഏതെങ്കിലും ഉണ്ടോ? ഞാൻ MA പഠിച്ചപ്പോൾ എൻ്റെ ബ്രദർ എന്നെ ബോംബെ L&T കമ്പനിയിൽ ഒരു ജോലി റെഡിയാക്കിയിട്ടുണ്ട് വരാൻ വിളിച്ചു.
അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, ദൈവം എന്നെ ഒരു ജോലിക്കും വിടത്തില്ല, ദൈവം എന്നെ ഇതിനു വേണ്ടി മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാനിവിടെ വന്നാലും ദൈവം എന്നെ അവിടെ നിർത്തത്തില്ല. അതുകൊണ്ട് ഈ വഴി മാത്രമാണ് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയെന്നുള്ള വ്യക്തമായ ഒരു ബോധ്യമുണ്ട്. മറ്റൊന്നൊരു രണ്ടാമത്തെ ഓപ്ഷൻ എനിക്കുണ്ടായിരുന്നു. ഇനി അച്ഛനാകാൻ സാധിച്ചില്ലെങ്കിൽ പോലും സുവിശേഷത്തിൻ്റെ മേഖലയിൽ മാത്രമേ നിൽക്കത്തുള്ളായിരുന്നു. 1985 അച്ഛന് വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. 1985 ഈ ശുശ്രൂഷ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം ഒന്ന് വിശദീകരിക്കണം. എനിക്ക് സഭ നിയോഗം തന്നത് കോന്നിക്കടുത്തുള്ള തണ്ണിത്തോട്, തേക്കുതോട്, മണ്ണീറ എന്നീ വനാന്തരത്തിലുള്ള 3 ഇടവുകളാണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലുണ്ടായി. ഇത്രയും പ്രയാസമുള്ളൊരു സ്ഥലത്തോടാണല്ലോ പോകുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ ഇപ്പോൾ വിദേശ രാജ്യത്തോട്ട് അവിടുന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയുമായിരുന്നോ? ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ നിങ്ങൾ 2 പേരും ദൈവത്തിന് സമർപ്പിച്ചതാണ്. ഇനി നിങ്ങൾക്കൊന്നും പറയാനൊക്കത്തില്ല, എനിക്കും പറയാനില്ല, തേയോട് വിട്ടാലും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് അത്രയും പുരോഗതിയൊന്നും ഇല്ലാത്ത അവികസിത മേഖലയിൽ പോയത്. അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമെന്ന് ഞാൻ കാണുന്നു. കാരണം അന്ന് 39 കൊല്ലം മുമ്പാണ്. പുരോഗതി ഒട്ടും തന്നെ ഇല്ല. കാട്ടുമൃഗങ്ങൾ, കാട്ടാനകൾ റോഡിലുണ്ട്, കാട്ടുപന്നികളുണ്ട്, മറ്റു വന്യമൃഗങ്ങളൊക്കെ അവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് പോയത്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ 3 പള്ളികളാണുള്ളത്. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച പള്ളി പുല്ലുമേഞ്ഞ് ചാണകം തളിച്ച് സൈഡിൽ പലക തറച്ച പള്ളി. 13 വീട്ടുകാരേ ഉള്ളൂ. അവിടെയാണ് ഞാൻ ആദ്യത്തെ കുർബാന 1985 ജൂൺ മാസം 30 അനുഷ്ഠിച്ചത്. അതും എൻ്റെ ഭാഗ്യം. യേശു പുൽക്കൂട്ടി ജനിച്ചപ്പോൾ പുല്ലുമേഞ്ഞ പള്ളിയിൽ ആരംഭിക്കാനൊരു ഭാഗ്യം കിട്ടി. ഞാൻ അതിന് സ്തോത്രം പറഞ്ഞു, ഹല്ലേലൂയ ദൈവത്തിന് പറഞ്ഞു. എൻ്റെ ഭാഗ്യം. അത് കഴിഞ്ഞ് 2ാമത്തെ പള്ളി തണ്ണിത്തോടാണ്. അന്നത് ഓലമേഞ്ഞ ഒരു പള്ളിയാണ്. ഓലമേഞ്ഞ പള്ളിയിലാണ് എൻ്റെ 2ാമത്തെ വിശുദ്ധ കുർബാന. 3ാമത്തെ പള്ളി തേക്കുതോട്, അവിടെ ഓടിട്ടിരുന്നു. അപ്പം ഇങ്ങനെയുള്ള 3 പള്ളികളിലാണ് ഞാൻ ചേർന്നത്. പക്ഷേ അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹവും ദൈവദാസന്മാരോടുള്ള സ്നേഹവും അതിഭയങ്കരമായിരുന്നു. അവർ പള്ളിയിൽ കുർബാന ചൊല്ലി ഞാൻ അപ്പവും വീഞ്ഞുമായിട്ട് ചെല്ലുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ടാണ് ഈ കുർബാനയിൽ വന്ന് മുട്ടുകുത്തുന്നത്. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നതിൻ്റെ കാരണം, എൻ്റെ വികാരം എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ നാട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടിയപ്പോഴാണ് ഇവിടെ വന്നേ. ഞങ്ങൾ വന്നപ്പോൾ പള്ളിയില്ല, പട്ടക്കാരനില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. എന്ന് ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാകും, എന്ന് ഞങ്ങൾക്കൊരു അച്ഛൻ വന്നൊരു കുർബാന അനുഷ്ഠിച്ച് തരും, എന്ന് ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു അച്ഛനൊക്കെ ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിരുന്ന അച്ഛാ, ഇന്ന് അച്ഛനൊക്കെ വന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങളുടെ ദൈവത്തോട് ഇത്ര നന്ദിയുണ്ടെന്നറിയാ വെച്ചാ. അതിനാ 2 അവരുടെ വീടുകളിൽ ചെല്ലുമ്പോഴുണ്ടല്ലോ ഒരു വൈദികൻ, ആ നാട്ടിൽ ഏത് വീട്ടിൽ ചെന്നാലും, മതന്മാർ ഏത് വീട്ടിൽ ചെന്നാലും ഒരു അച്ഛൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഒരു ദൈവദൂതനെ പോലെയാണ് സ്വീകരിക്കുക. അവരുടെ വീട്ടിൽ തേച്ച് വെച്ചിരിക്കുന്ന ഒരു മുണ്ട് കൊണ്ടുവന്ന് നമ്മളിരിക്കുന്ന കസേര വിരിക്കും, നമ്മൾ കാല് ചവിട്ടുന്നിടത്ത് ഒരു പാ കൊണ്ടിടും. അവരങ്ങനെയാണ് നമ്മളെ ബഹുമാനിച്ചത്. അത് അച്ഛനെ ബഹുമാനിച്ചതല്ല, ദൈവത്തിന് കൊടുത്ത ബഹുമാനം ഞങ്ങൾ അനുഭവിച്ചതന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ജനങ്ങളുടെ നടുവിൽ ആദ്യം പോയി പ്രവർത്തിച്ചപ്പോൾ അവർക്ക് വേണ്ടി എന്തും ഏതും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് പോയത്. അപ്പോൾ അവിടെ 2 പള്ളികളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മണ്ണീറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയുടെ ഫൗണ്ടേഷൻ മാത്രം പണിതിട്ടുണ്ടായിരുന്നു. ബാക്കി പണികൾ മുഴുവനും ഈ 13 വീട്ടുകാരെ ഉൾപ്പെടുത്തി മനോഹരമായൊരു പള്ളി നിർമ്മിച്ച് അതിൻ്റെ കൂദാശ അവിടെ നടത്താൻ ദൈവം കൃപ ചെയ്തു. അത് ആ ജനങ്ങളുടെ സഹകരണവും സ്നേഹവും പ്രാർത്ഥനയാണ്. 2ാമത് തണ്ണിത്തോട്ടിലെ പള്ളിയുടെ മിക്കവാറും പണി പൂർത്തിയാക്കിയെങ്കിലും അവർ സാധുക്കളായ മനുഷ്യരായിട്ട് വലിയ പള്ളിയാണ്, അത് പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടി. അതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ കൂദാശ നടത്താൻ സാധിച്ചു. അന്ന് PJ ശമൂലച്ചൻ്റെ വൈദിക പഠനം സ്വീകരിക്കുന്ന സമയമായിരുന്നു. അതിനും നേതൃത്വം കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ഒരു സംഭവം കൂടെ മാത്രം ഞാൻ പറയട്ടെ. എന്നെ വളരെയധികം പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ്. ഞാൻ തണ്ണിത്തോട്ടിൽ ആദ്യമായിട്ട് ചെന്ന് മണ്ണീറ പള്ളിയിലെ കുർബാന ചൊല്ലിയിട്ട് വനത്തിൻ്റെ നടുവിൽ റോഡിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് വരികയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാച്ചാ, ഞങ്ങൾ അച്ഛനെ അവിടെ കൊണ്ടാക്കാം. അപ്പോൾ ഞാനവിടുത്തെ 26 വയസ്സുള്ള എനിക്ക് അവിടെ ഇവർക്കൊക്കെ തന്നെ വാങ്ങി എനിക്കും പോകാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര പുറപ്പെട്ടെ. കുറേ ദൂരം ഇങ്ങോട്ട് വന്ന് ഒരു വശത്ത് നദി ഒഴുകുന്നു, ഇപ്പുറത്തും അപ്പുറത്തും എല്ലാം വനമാണ്. വന്നപ്പോൾ ഒരു കരിമൂർക്കൻ എൻ്റെ നേരെ വന്ന് ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൊണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് ഓടി വന്നാൽ എന്നെ കൊത്തും.
പക്ഷെ അതിങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഞാൻ തിരിഞ്ഞോടട്ടെ എന്ന് ചിന്തിച്ചപ്പോൾ ഒരു ജീപ്പ് വന്ന് എൻ്റെ അടുത്ത് നിർത്തിയിട്ട് എന്നോട്, അച്ഛാ കയറി പാമ്പിനെ കണ്ടില്ല, എന്നെ കണ്ടുള്ളൂ. എന്നെ കയറ്റി പോയപ്പോഴാണ് അച്ഛാ ഇങ്ങനൊരു പാമ്പ് അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം തന്നാണ് ദൈവം എന്നെ പട്ടത്തെ മുമ്പോട്ട് നയിച്ചത്. അച്ഛൻ്റെ ശുശ്രൂഷാ ജീവിതം 39 വർഷം ഏറ്റവും അനുഗ്രഹീതമായിരുന്നു. പ്രത്യേകിച്ച് വിശ്വാസ സമൂഹത്തിന് നന്മ പകരുന്ന, ആശ്വാസം പകരുന്ന വലിയ ഒരു ജീവിതമാണ് അച്ഛൻ കാഴ്ചവെച്ചത്. അച്ഛൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം പകർന്ന അനുഭവങ്ങൾ, ഏറ്റവും സങ്കടകരമായ അനുഭവങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റും? ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ വളരെയധികമുണ്ട്, സങ്കടകരമായതും കുറച്ചുണ്ട്. ഏറ്റവും സന്തോഷം തോന്നിയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒത്തിരി ആളുകളുടെ, അങ്ങനെ അങ്ങ് പറയുന്നതായിരിക്കും നല്ലത്, ആളുകളുടെ മരണത്തോട് മല്ലടിക്കുന്ന രംഗങ്ങൾ അവരെ ചെന്ന് സ്പന്ദനിപ്പിക്കുവാനും അവർക്ക് ദൈവത്തിൻ്റെ കൃപ പകർന്നു കൊടുക്കുവാനും സാധിച്ച അനുഭവങ്ങളുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഓടിച്ചു പറയാം. ഒന്ന്, എൻ്റെ മദ്രാസിലെ ചട്ട്പട്ട് പള്ളിയിൽ ആരാധനയ്ക്ക് വന്നിട്ട് മടങ്ങിപ്പോയൊരു കുടുംബം, അവർ പള്ളി വന്നിട്ട് പറഞ്ഞു ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്, ഇവിടുത്തെ RCC ചികിത്സിക്കാൻ പോവുകയാണ്, പള്ളിയിൽ നിന്നൊരു ഫണ്ടൊക്കെ കൊടുത്ത് വിട്ടതാണ്. അവരുടെ സ്കൂട്ടറിൻ്റെ പുറകിൽ വന്നൊരു ഡോക്ടറുടെ കാറിടിച്ച് ഭയങ്കര അപകടമുണ്ടായി. അവിടെ ഉണ്ടായി കഴിഞ്ഞ് അവരെ ഹോസ്പിറ്റലാക്കിയപ്പോൾ തലയ്ക്ക് സർജറി വേണം, 3 ലക്ഷം രൂപ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ 1 രൂപ പോലും എടുക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ വിഷയം ഞാൻ അപ്പോൾ തന്നെ ഇടപെട്ട ചുമതലക്കാരെ വിളിച്ചു കൂട്ടി പറഞ്ഞു, ഇവരെ നമുക്ക് ഏറ്റെടുത്ത് പ്രവർത്തിക്കണം, ഇവരെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇടവകയിലെ ജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സഹകരിച്ച് ഇവർക്ക് വേണ്ടതിന് വേണ്ടി 15 ലക്ഷം രൂപ നിമിഷങ്ങൾ കൊണ്ട് സമാഹരിച്ചു. അവരിന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നു, ദൈവകൃപ അനുഭവിച്ചു. അങ്ങനെ ഒരു കുടുംബത്തെയല്ല, ഇതിന് സമാനമായി ഒത്തിരി കുടുംബങ്ങളെ അവരുടെ വേദനകളിലൊക്കെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ എപ്പോഴും എന്നെ വിടുമ്പോൾ, ഞാൻ പോയിട്ടുള്ള പള്ളികളിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ വലിയ പ്രതിസന്ധികളാണ്. എല്ലാ പള്ളികളിലും അങ്ങനെ, തണ്ണിത്തോട്ട് തൊട്ട് അങ്ങോട്ട് ചെല്ലുന്ന എല്ലാ പള്ളികളിലും ഞാൻ ചെല്ലുമ്പോൾ ഒരു പ്രതിസന്ധിയിലാണ് എന്നെ അങ്ങോട്ട് നിയോഗിച്ചയക്കുക. അവിടെ ചെല്ലുമ്പോൾ കൈകാര്യം ചെയ്യാൻ ചില ബുദ്ധിമുട്ടായിരുന്നു എല്ലായിടത്തും ആദ്യം ചെല്ലുമ്പോൾ. കാരണം തിളച്ചും അറിയുന്ന പ്രശ്നങ്ങളിലോട്ടാണ് ചെന്ന് ചാടിയതുപോലെ തോന്നിയിട്ടുള്ളത്. എന്നാൽ ഏതാനും ആഴ്ചകളോ 1-2 മാസങ്ങളോ കഴിയുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം മഞ്ഞുരുകുന്ന പോലെ ഉരുകി അവരെല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് ഒരു കുടുംബം പോലെ ഇടവകൾ ഇരുന്ന എല്ലാ ഇടവകളും ആയി തീർന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഒന്നാമത്തെ ഇടവക 39 കൊല്ലം പോയ പള്ളിയിലെ ആളുകളെ തൊട്ട് ഇപ്പോൾ ചട്ട്പട്ടിലാണ് ഒടിവ് പോയത്, അവിടം വരെയുള്ള ആളുകളുടെ പേരുകളും അവരുടെ കാര്യങ്ങളും എല്ലാം ദൈവകൃപയാൽ ഞങ്ങളുടെ 2 പേരുടെയും ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. പ്രാർത്ഥനയിൽ അവർ ഓർക്കുന്നു, അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് അവരുമായിട്ട് അവർക്കും ഞങ്ങളെ അതുപോലെയാണ്. അപ്പം അങ്ങനെ ഒരു നല്ല ഹൃദ്യമായ അടുപ്പം ഉണ്ടായതിൻ്റെ കാരണം, ഞാൻ ഏത് പള്ളിയിൽ പോയാലും ദൈവത്തിൻ്റെ കൃപ അവർക്ക് എന്തെല്ലാം പകർന്നു കൊടുക്കാമോ ആ രീതിയിലാണ് പ്രവർത്തിക്കാനായിട്ട് ദൈവം കൃപ തന്നത്. അങ്ങനെ ദൈവം കൃപ തന്നുകൊണ്ട് ഇങ്ങനെയുള്ള സന്തോഷകരമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കുറേ ആളുകളെ വൈദിക അനുഭവത്തിലേക്ക് വിടാൻ സാധിച്ചു, കുറേ പേരെ സുവിശേഷകരായിട്ട് അയക്കാൻ സാധിച്ചു, കുറേ ആളുകളെ വിദ്യാഭ്യാസമൊക്കെ നിർത്തിവെച്ചവരെ റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി നല്ല സന്തോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. സങ്കടകരമായ അനുഭവം പറയുമ്പോൾ 2 എണ്ണം പെട്ടെന്ന് പറയുകയാണ്. ഒന്ന്, എന്നെ ശമ്മാശനാക്കിയത് ഈശോമാർ തിമോത്തിയോസ് തിരുമേനിയാണ്. തിരുമേനിയുടെ കൂടെ തിരുമേനിയാണ് എന്നോട് തണ്ണിത്തോട്ടി വേണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ആ അനുഭവത്തിൽ തിരുമേനിയുടെ പോയപ്പോൾ തിരുമേനി എന്നെ തണ്ണിത്തോട് കഴിഞ്ഞിട്ട് എന്നെ മാവേലിക്കര ചെറുകോൽ പള്ളിയുടെ വികാരിയാക്കി വെച്ചു. പക്ഷേ ഒടുവിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ, അച്ഛന് സിയോൻ കുന്നിൽ, നമ്മുടെ കൊളക്കട കലയപുരത്തുള്ള സിയോൻ കുന്നിൽ പ്രവർത്തിക്കാനായിട്ട് പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തിരുമേനി സഭ എവിടെ വിട്ടാലും പോകാം. അവിടെ ഞങ്ങൾ പോയപ്പോൾ ഞാൻ അന്ന് വിവാഹിതനല്ല. അപ്പോൾ എനിക്ക് ആ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലുള്ള ഒരു മുറിയാണ് പാഴ്സനേജ് ആയിട്ട് തന്നെ. അപ്പോൾ ആ ഒരു മുറി എന്ന് പറഞ്ഞാൽ, ആ മുറിക്കകത്ത് എനിക്ക് കിച്ചണില്ല, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല, ആ ഒറ്റ മുറിയേ ഉള്ളൂ. കിണർ 1 ഫർലോങ് അപ്പുറത്താണ്. അങ്ങനത്തെ സൗകര്യമുള്ള സ്ഥലത്താണ് ഞാൻ പോയത്. അവിടെ വെച്ചാണ് ഞാൻ വിവാഹം കഴിച്ചത്. അപ്പോൾ ഞാൻ കിച്ചൺ പോലും ഇല്ലാതെ ജനലിൻ്റെ പടിയാണ് ഞങ്ങളുടെ ഗ്യാസ് സ്റ്റൗ വെച്ച് കുക്കിങ് ചെയ്ത് ജീവിച്ചത്. സങ്കടമല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ അനുഭവത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവിടെ ചെല്ലുമ്പോൾ പരിമിതമായി സൗകര്യത്തിലൊക്കെ ജീവിക്കാൻ പറഞ്ഞൊരു സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ
സന്തോഷം. അവിടുന്നും കിളക്കട, കിഴക്കൂറം, വയല 3 പള്ളികൾ സഞ്ചരിക്കണമെങ്കിൽ ദീർഘദൂരം യാത്ര ചെയ്ത് പോകണമായിരുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങളെ സങ്കടമെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റ് അല്ലെങ്കിൽ സന്തോഷം വർദ്ധിപ്പിക്കുന്ന നല്ല അനുഭവങ്ങൾ, ചവിട്ടുപടികളായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു. അച്ഛന് 2021 വികാരി ജനറലായിട്ട് നിയോഗം ലഭിക്കുന്നത്. 3 വർഷം അനുഗ്രഹീത ശുശ്രൂഷ നിർവഹിച്ചു. ഈ വികാരി ജനറൽ ശുശ്രൂഷയിലെ അനുഭവങ്ങളൊന്നും? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവസരത്തിലും അനുഭവത്തിലുമാണ് എന്നെ വികാരി ജനറലായിട്ട് നിയോഗിച്ചത്. ഞാൻ ചെട്ട്പട്ട് മാർത്തോമ ഇടവിൽ കോവിഡ് കാലത്ത് പ്രവർത്തിക്കുന്ന ഒരു സമയം. അപ്പോൾ അവിടുത്തെ കോവിഡ് കാലത്ത് അവിടെ ഉണ്ടായിരുന്നൊരു പ്രത്യേകതയാണ്, അപ്പം കോവിഡ് കാലത്ത് അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും പള്ളി വരാൻ ബുദ്ധിമുട്ടായിരുന്നപ്പോൾ എന്നും വൈകിട്ട് 7 മണി തൊട്ട് ഒരു സൂം പ്രയർ മീറ്റിംഗ് ക്രമീകരിച്ചു. ഈ പ്രയർ മീറ്റിങ്ങിൽ ലോകമെങ്ങുമുള്ള ആളുകൾ വരെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ കൂടുമായിരുന്നു. ആ പ്രാർത്ഥന അനേകർക്ക് അനുഗ്രഹമായിരുന്നു. അവരെല്ലാവരും കണ്ടുമുട്ടുന്നവരെല്ലാം വന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും ഞാൻ പോയടുത്ത് ഒരാൾ പറഞ്ഞു വെച്ചാൽ അന്നത്തെ പ്രാർത്ഥന രക്ഷിച്ച കാര്യമൊക്കെ പറഞ്ഞു. കോവിഡ് വന്നവർക്കൊക്കെ എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടുന്ന പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ഞാൻ അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് അന്നത്തെ സഭാ സെക്രട്ടറി എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, അതൊരു വെള്ളിയാഴ്ചയാണ്. അന്നോട് പറഞ്ഞു, അച്ഛൻ ഞായറാഴ്ച രാവിലെ ഇവിടെ വരണം, തിരുവല്ലയിൽ വരണം. അപ്പം ഞാൻ പറഞ്ഞ അച്ഛാ എങ്ങനെ വരും? ഇവിടുത്തെ ട്രെയിൻ പോയി. ആ ട്രെയിൻ പോയപ്പോൾ എനിക്ക് ട്രെയിൻ വരാനില്ല. അടുത്ത ട്രെയിൻ കയറിയാൽ ഞാൻ ഞായറാഴ്ച രാവിലെ വരത്തില്ല. പിന്നെ എന്നെ പറഞ്ഞ് ചുമന്ന കുപ്പായം കൂടെ അച്ഛൻ കൊണ്ടുവരണം. മദ്രാസിൽ ചുമന്ന് പോയിട്ട് വെളുത്ത കുപ്പായം പോലും വാങ്ങിക്കാൻ കിട്ടത്തില്ല. അങ്ങനെ ഒരു അപ്രതീക്ഷിതമായ സമയത്ത് എന്നെ വിളിച്ചു. എന്നാൽ അത് എനിക്ക് വിശ്വസിക്കാൻ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞാൻ തന്നെയാണോ? വേറെ 6 ജോർജ് മാത്യുമാരുണ്ട് അച്ഛാ, ഞാനാണോ എന്ന് തന്നെ ഞാൻ ചോദിച്ചു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ദാവീദിനെ തേടി ഇശായി പോയതുപോലെ എന്നെ തേടി വന്ന ദൈവത്തിൻ്റെ ഒരു വിളിയായിട്ടാണ് ഞാൻ വികാരി ജനറൽ പദവിയെ കാണുന്നത്. ഇതൊരു സേവനത്തിൻ്റെ ശുശ്രൂഷ അവസരമാണ്. അപ്പോൾ ഇതിനെന്നെ വിളിച്ചു. അവിടുത്തെ പള്ളിയിൽ ഒരാൾ വണ്ടിയൊക്കെ ക്രമീകരിച്ച് ഇവിടെ വന്ന് കുപ്പായി ഇവിടെ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞൊരു ഓർഡർ കൊടുത്തോണം തയ്പ്പിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ നമ്മുടെ 2 തിരുമേനിമാരെ സഫർഗൻ മെത്രാപ്പൊലിത്താമാരാക്കുന്ന ശുശ്രൂഷയായിരുന്നു. നമ്മുടെ അഭിവന്യ കൂർലോസ് തിരുമേനിയും അഭിവന്യ ബർണബാസ് തിരുമേനിയും സഫർഗൻ മെത്രാപ്പൊലിത്താമാരാക്കുമ്പോൾ അത് ഈ പുലാത്തിനിലെ ചാപ്പിൽ വെച്ചാണ് നടക്കുന്നത്. കോവിഡ് കാലമാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരോടൊപ്പം വന്ന് ഈ ഒരു ശുശ്രൂഷയിലൂടെ വികാരി ജനറൽ എന്നുള്ള ശുശ്രൂഷ ഏറ്റെടുക്കാൻ സാധിച്ചു. അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെയും അവതരാസന അധ്യക്ഷ തിരുമേനിമാരുടെയും അനുവാദത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ നിയോഗം അനുസരിച്ച് അവരെന്നെ ഏൽപ്പിച്ച എല്ലാ കമ്മിറ്റികളിലും കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു. അതെൻ്റെ ജീവിതത്തിലെ ഒരു കണ്ണു തുറപ്പിക്കുന്ന അവസരമായിരുന്നു. കാരണം ഭദ്രാസന തലത്തിൽ ഇങ്ങനെയുള്ള ഇടവകളുടെയും അച്ഛന്മാരുടെയും ജനങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ ഇടപെടാനും അവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനാകാനും സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഈ കാലഘട്ടത്തിലാണ് സഭയിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കും. ഒന്ന്, സഭയ്ക്ക് 3 എപ്പിസ്കോപ്പമാരെ തിരഞ്ഞെടുക്കുന്ന വിഷയം വന്നു. അപ്പോൾ ആ എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡിൽ ഒരു അംഗമാകാനും ദൈവം കൃപ തന്നു. അപ്പോൾ അവരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ ദൈവത്തിൻ്റെ കൃപയിൽ ചില പങ്കൊക്കെ വഹിപ്പാൻ ദൈവം എടുത്ത് ഉപയോഗിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിൻ്റെ എപ്പിസ്കോപ്പൽ പിന്നെ 3 പേരെ എടുക്കണോ വേണ്ട തീരുമാനം എടുത്തപ്പോഴും അതിൻ്റെ എടുക്കുന്ന നടപടി വന്ന നോമിനേഷൻ ബോർഡിലും ഇതിൻ്റെ മണ്ഡലയോഗം നടന്നപ്പോൾ അവിടെയും ദൈവം ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു വിളി നിയോഗമായിട്ട് കാണുന്നു. ആദ്യം പിന്നെ അനേകരുടെ ആവശ്യങ്ങളിലും പ്രശ്നങ്ങൾ, ഒത്തിരി പള്ളികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മെത്രാപ്പൊലി തിരുമേനി എന്നെ അയച്ചിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി ആ മിക്ക പള്ളികളിലെ 1-2 പള്ളിയിലെ മാത്രം, അതും ഇപ്പോൾ തീർന്നു, ബാക്കി എല്ലാ പള്ളികളിലെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ദൈവം കൃപ നൽകി. ഇങ്ങനെ വളരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തരല്ല, ഒത്തിരി ആളുകളെ ദൈവകൃപയിലേക്കൊക്കെ അനയിക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനായിരുന്ന കാലത്താണ് കരുതൽ പദ്ധതികൾക്ക് വലിയൊരു പ്രാധാന്യം നൽകിയ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സക്രിയാസ് തിരുമേനിയും തുടർന്ന് തീമോത്തിയോസ് തിരുമേനിയും കരുതൽ പദ്ധതിയുടെ വലിയ നേതൃത്വം നൽകിയ തിരുമേനിമാർ. അച്ഛൻ്റെ ആ ഒരു കാലഘട്ടത്തെ എങ്ങനെയൊന്ന് ഓർമ്മിച്ചെടുത്തു? അഭിനയ ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് തിരുമേനിയുടെ കൂടെ എൻ്റെ മിനിസ്ട്രിയിൽ ഏറിയ പങ്കും എനിക്ക് ചെലവഴിക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമാണ്. തിരുമേനിയുടെ കടപ്പാട് വളരെയാണ് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എന്നെ അമേരിക്കൻ ഭദ്രാസനപ്പോൾ അവിടെ, അത് കഴിഞ്ഞപ്പോൾ ശാന്തിഗിരിയുടെ പൂർണ്ണമായ ചുമതല തന്നു. അതിനുശേഷം
ഞാൻ മദ്രാസിൽ പോയപ്പോൾ തിരുമേനി അവിടെയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെങ്ങന്നൂർ എന്നെ ഭദ്രാസന സെക്രട്ടറി ആയിട്ട് അങ്ങനെ നിയോഗം തന്നു. ആ കാലഘട്ടത്തിൽ സഭയുടെ ഒത്തിരി നൂതനമായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ ദൈവം സഹായിച്ചു. അതിലൊന്നാണ് ക്യാൻസർ രോഗികളെ സഹായിക്കുന്ന കരുതൽ പദ്ധതി. ഒരു വർഷം 2 കോടി രൂപ വരെ ആളുകൾക്ക് ചികിത്സാ സഹായം കൊടുക്കാനും ഒരു ശുശ്രൂഷിക്കാനും. അങ്ങനെ ആ രീതിയിൽ ആ പ്രവർത്തനം നടന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ കരുതലിലൂടെ സഹായം കിട്ടി. 35 പ്രോജക്റ്റുകൾ ആരംഭിച്ചു. അതെല്ലാം വളരെ വിജയിച്ചെന്നുള്ളത് സന്തോഷമാണ്. അതുപോലെ ശാന്തിഗിരി പ്രവർത്തിച്ചപ്പോഴും ഇതേ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം അവിടെയും നടത്താൻ തിരുമേനി വേണ്ട സാധിച്ചു. തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയുടെ കൂടെ പ്രവർത്തിച്ചപ്പോൾ ചെങ്ങന്നൂർ മാവലിക വിദ്യാലയത്തിൽ 50ഓളം പ്രോജക്റ്റുകളുണ്ടായിരുന്നു. ആ സമയത്ത് തിരുമേനി എല്ലാ കാര്യങ്ങളിലും നമ്മളെയും പങ്കാളിയാക്കി കൂടെ നിർത്തി പ്രവർത്തിച്ച് ഓർക്കുന്നു. ആ സമയത്താണല്ലോ ശ്രേയസും കാവലും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് വന്നുകൊണ്ടിരുന്നത്. എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഈ തിരുമേനിമാരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ സാധിച്ചെന്നുള്ള സന്തോഷം. ഓരോ ഇടവകയെ സഭയുമാണ് ഇവരെ ആ രീതിയിലെടുത്ത് ഉപയോഗിക്കാൻ തക്കോണം കൂടെ നിന്ന് പ്രവർത്തിക്കേണ്ടത്. സഭയുടെ ദൗത്യ നിർവഹണത്തിൽ പ്രത്യേകിച്ച് സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒട്ടേറെ മാറ്റങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാറ്റങ്ങൾക്കിടയിൽ സഭയുടെ ദൗത്യ നിർവഹണത്തിന് എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെന്ന് ഇന്ന് സഭ ആയിരിക്കുമ്പോൾ ലോകത്തിന് വന്ന മാറ്റങ്ങളെ നമ്മൾ തള്ളിക്കളയാനൊക്കത്തില്ല. അതിനെ ഉൾക്കൊള്ളാൻ കഴിയണം. ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ നമ്മുടെ എല്ലാ രീതിക്കും മാറ്റമുണ്ട്. കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് 15 മിനിറ്റ് 20 മിനിറ്റ് കൂടുതലൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം അവർ TV മുമ്പിൽ നിന്ന് അടിച്ചു പൊളിക്കുന്ന കുട്ടികൾ പള്ളി വന്നിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എൻജോയ് ചെയ്യുവാനായിട്ട് ഉള്ള കാര്യങ്ങളില്ല. അപ്പോൾ നമ്മുടെ ആരാധനയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്കൂടെ ഒന്ന് നല്ല അഭിരുചിയിലുണ്ടാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഫോർ എക്സാമ്പിൾ സൺഡേ സ്കൂൾ പോലും VBS എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് VBSൻ്റെ 1 ഡേ ആയിട്ട് ഓരോ സൺഡേ സ്കൂളും മാറ്റിയാൽ നമ്മുടെ സൺഡേ സ്കൂൾ എന്ത് സജീവമാകും. നമ്മുടെ യുവനസഖ്യം അവിടെ എന്തെങ്കിലും 1 ഡേ പ്രോഗ്രാം വെച്ചാൽ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ആ 1 ഡേ പ്രോഗ്രാമിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഓരോ ദിവസവും മീറ്റിംഗ് നടത്തിയാൽ അല്ലെങ്കിൽ പ്രോഗ്രാം നടത്തിയാൽ എന്ത് നല്ലത്. ആ രീതിയിൽ കുറേ കൂടെ ആക്റ്റീവായിട്ട് ലൈവായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാനൊക്കെ കൊണ്ട് സാധിക്കും. പക്ഷെ ഒരച്ഛനെ കൊണ്ട് മാത്രം സാധിക്കത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് ഇടവകയിൽ നല്ല സമർത്ഥരായ കഴിവുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ടീം വർക്കോടുകൂടി എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമായിട്ട് ഇടവകയായിട്ട് അതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് സ്ഥാനം ഉണ്ടാകണം, സീനിയർ സിറ്റിസൺ വരെ സ്ഥാനം ഉണ്ടാകണം. കാരണം എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും. അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അച്ഛൻ അതിൻ്റെ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിട്ടിരിക്കുന്ന രീതിയിൽ പോയെങ്കിൽ പണ്ടങ്ങനെയല്ല. പണ്ട് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പള്ളിയിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ. ആ സ്ഥിതി മാറി. അച്ഛനേക്കാൾ അറിവുള്ള ഒരു പള്ളിയിലുള്ളപ്പോൾ ഇവരെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഒരിടവയെ കൊണ്ടുപോകും. വിസിറ്റിംഗ് പോലും ഞാൻ പറയട്ടെ, പണ്ട് അച്ഛന്മാരാണ് വിസിറ്റ് ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ പറയുന്നത് അച്ഛന്മാരെ പോലെ ഇടവകയിലെ ആത്മാര്. ഞാൻ എല്ലാ പള്ളിയിലും ഞാൻ പോയിടത്ത് ആത്മാരെ കൊണ്ട് ഇടവകയിലെ മുഴുവൻ വീടും വിസിറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇടവക പ്രബുദ്ധമാകുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സഭയുടെ അഭയവും ലക്ഷ്യവുമുണ്ട്. മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ഗോൾഡൻ ജൂബിലി പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. അതിൻ്റെ കൺവീനറായിട്ടും സഭ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അഭയം പ്രോജക്റ്റിൻ്റെ ഇതിൻ്റെ കൺവീനറായപ്പോൾ ഞാൻ വിചാരിച്ച് എങ്ങനെ പണം പിരിക്കും, എവിടെ കിട്ടും. കാരണം ഇന്ന് സഭയുടെ പല മീഡിയകളിലൊക്കെ സഭയുടെ പിരിവിനൊക്കെ വിമർശിക്കുന്ന ഒരു നെഗറ്റീവ് ഇതുകൊണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാൻ പ്രയാസം. പക്ഷേ ഇറങ്ങി തിരിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ 65 വീടുകൾ പണിത് പൂർത്തിയാക്കി. ഇപ്പോൾ ഏകദേശം 60ഓളം വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നു. ഇനിയും പണിയാനുണ്ട്. 500 അപേക്ഷകൾ കിട്ടിയിട്ടുണ്ട്. ലക്ഷ്യ പദ്ധതിയിൽ 65 കുട്ടികളെ MBBS, നേഴ്സിംഗ്, എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ പഠിപ്പിക്കാൻ അവിടെ ഫീസ് കൊടുത്ത് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ പറയട്ടെ, ന്യൂ ജനറേഷനിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ മാർത്തോമാ സഭയിൽ, ഞാൻ മദ്രാസിൽ ഇരുന്നപ്പോൾ എൻ്റെ അണ്ണാനഗറിലെ മെമ്പറായിരുന്ന മിസ്റ്റർ അജിത് ഐസക്, അദ്ദേഹത്തോട് ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത് 21 കോടി രൂപയാണ്. അത് കിട്ടിയെന്ന് പറഞ്ഞാൽ സഭയ്ക്ക് കിട്ടുന്ന ഞാൻ അങ്ങനെ വെറുതെ കിട്ടിയതല്ല. അദ്ദേഹവും ഞാനുമായിട്ടുള്ളൊരു റാപ്പോ ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കണ്ണിയാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഇടവകയിലെ ആളുകൾ ഈ പണം എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ആളുകളുണ്ട്. മറ്റു പലതിനും കൊടുക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മുടെ സഭയുടെ ശുശ്രൂഷ വേണ്ടി ഇതൊക്കെ ഇന്നത്തെ പട്ടക്കാർ കണ്ടെത്തേണ്ടതായ സാധ്യതകളാണ് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛന് മുന്നിലുള്ള വഴി എന്താണ്? ഞാനിപ്പോൾ ജൂൺ 30 റിട്ടയർ ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തരുന്നതനുസരിച്ച് എൻ്റെ മുമ്പിൽ എനിക്ക് പ്രവർത്തിക്കാൻ ഒത്തിരി സാധ്യതകൾ കാണുന്നു. കാരണം ആവശ്യത്തിലിരിക്കുന്ന ഓരോരുത്തരും എൻ്റെ മുമ്പിൽ
എനിക്ക് പ്രവർത്തിക്കാനുള്ളൊരിടമാണ്. ഓരോ വ്യക്തികളാണ്. ഇനിയും വേദനിക്കുന്നവരുടെ മുമ്പിൽ അവരുടെ അടുത്ത് പോകുന്നത് എനിക്ക് ഒരു പ്രവർത്തന കേന്ദ്രമാണ്. കർത്താവിൻ്റെ ജീവിക്കുന്ന സുവിശേഷവുമായി ജനമധ്യത്തിലേക്ക് ആവശ്യമിരിക്കുന്നവർ ഓടിപ്പോകുന്നത് എൻ്റെ മുമ്പിലുള്ള സരണിയാണ്. എനിക്ക് എൻ്റെ നോട്ടത്തിൽ ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റിനെ കാണുന്നു. ഇറ്റ് ഈസ് എ പ്രൊമോഷൻ. ഇത്രയും നാൾ ഞാനൊരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വട്ടത്തിലിരിക്കുകയായിരുന്നു. വികാരി ജനറൽ ആയപ്പം തിരുവല്ലയിലെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ വട്ടത്തിലിരിക്കുകയായിരുന്നു. ഇനി എനിക്ക് എവിടെയും പോയി ഏത് പ്രവർത്തനത്തിലും പങ്കെടുക്കാൻ, സഭയുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള ഫ്രീഡം കിട്ടിയിട്ടുണ്ട്. സോ എൻ്റെ മുമ്പിൽ വഴി വിശാലമാണ്. ദൈവ സൗഖ്യവും ആയുസ്സും ആരോഗ്യവും തന്നാൽ മനുഷ്യൻ്റെ നീറുന്ന വേദനകളിലും ആവശ്യങ്ങളിലും അവരോട് സഹകരിക്കും. പിന്നെ പ്രാർത്ഥിക്കാൻ ഒത്തിരി സമയം കിട്ടും. ജോർജ് മാത്യുവച്ചനും മിനി കൊച്ചമ്മയും രണ്ടായിരുന്നില്ല, ഒന്നായിരുന്നു. ശുശ്രൂഷാ ജീവനത്തിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചവരാണ്. ഒരു ഉത്തമ കുടുംബജീവിതത്തിൻ്റെ മാതൃകകളായിരുന്നു അവർ സൃഷ്ടിച്ചത്. ഞാനും കൊച്ചമ്മയും ക്ലാസ്മേറ്റ്സാണ്. ഞങ്ങൾ ഒരുമിച്ച് കോഴഞ്ചേരി സെൻറ്റ് തോമസ് കോളേജിൽ PGക്ക് പഠിച്ചവരാണ്. കൊച്ചമ്മ ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു വൈദികൻ എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ അച്ഛനെ എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഭർത്താവെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഒന്നിച്ച് PGക്ക് പഠിച്ചു വന്നു. അപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് പഠിക്കുവാനുള്ള അവസരം അത് തന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള ഇതുവരെയുള്ള ജീവിതത്തിൽ ഇപ്പോൾ 37 വർഷമായി വിവാഹം കഴിച്ചിട്ട്. അപ്പം സ്വാതന്ത്ര്യം, നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം, വളരുവാനുള്ള അവസരം, അല്ലാതെ അടിച്ചമർത്തപ്പെടുവോ അല്ല ഞാൻ പറയുന്നത് കേൾക്കണം അങ്ങനല്ല. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുവാനുള്ള അവസരവും അതിനുള്ള സാഹചര്യവും തന്നിട്ടുണ്ട്. പിന്നീട് പ്രാർത്ഥന, കുടുംബമായിട്ട് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന, അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഞങ്ങൾക്ക് കുടുംബജീവിതത്തിൽ അതും ഏറ്റവും അനുഗ്രഹമായ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ വളരെ സഹായിച്ചു. നമ്മുടെ ഇടവക ശുശ്രൂഷയിൽ അനേകരെ ശുശ്രൂഷിക്കുവാൻ ഏത് സമയത്ത്, ഏത് പാതിരാത്രി, അതിപ്പോൾ 1:30 ആയാലും വെളുപ്പിനെ 3:30 ആയാലും ഏത് സമയത്താണെങ്കിലും ഒരു മടിയില്ലാതെ അച്ഛന് പോകുവാൻ അതിനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു. ദൈവത്തോട് ചേർന്നുള്ള സമയം അതും വളരെ വളരെ അധികമായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഞായറാഴ്ചത്തെ പ്രസംഗം ഉണ്ടാക്കാൻ തലേദിവസമല്ല ചെയ്യുന്നത്. അതൊക്കെ ഒരു നല്ല മാതൃകയായിട്ട് ഞാൻ കാണുക. അതുപോലെ പിതാവെന്നുള്ള നിലയിൽ കുഞ്ഞുങ്ങളോട് പ്രാർത്ഥനയുടെ കാര്യമാണ് ഏറ്റവും മുന്നിൽ പറയുന്നത്. പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും, അവരുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും, പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും വിവാഹമാണെങ്കിലും ഏത് കാര്യം, ചെറിയത് തൊട്ട് വലിയത് വരെ പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കാനാണ് എപ്പോഴും പറയുന്നത്. അത് ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മുടെ കൂടെ കാണത്തില്ല, ദൂരെ ആയിരിക്കും, എന്നാൽ പോലും ഒന്നിച്ച് ഫോണിൽ കൂടെ ഒരേ സമയത്ത് പ്രാർത്ഥിക്കുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. 2 മക്കളും കുടുംബസ്ഥരായി, എന്നാലും അവരോടും മക്കൾ നമ്മുടെ മക്കളാണല്ലോ. അപ്പോൾ അവരോടും അത് തന്നെയാണ് പറയുന്നത്. ദൈവമാണ് നമുക്ക് ഏറ്റവും വലുത്, അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റു കാര്യം. പ്രാർത്ഥന, നിങ്ങൾ ആരായാലും എന്തായാലും പ്രാർത്ഥന കഴിഞ്ഞുള്ള കാര്യമുള്ളൂ. അതുപോലെ 10-1 അച്ഛൻ ശമ്പളം കിട്ടുന്ന ഉടനെ അത് നമ്മളൊരു ബാഗിലോട്ടും ഒരു പേഴ്സിലോട്ട് മാറ്റി വെക്കും. അത് കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെയും ജോലി ലഭിച്ചപ്പോൾ മുതൽ ആ 10-1 അത് മാറ്റി വെക്കണം. ഇതുപോലെ ഏതെങ്കിലും ആവശ്യം വരുമ്പോൾ അവർ കണ്ടുമുട്ടുന്നവർ അല്ല സഭയുടെ കാര്യങ്ങൾ അത് കൊടുത്തിരിക്കണം. അത് നമ്മൾ ചെറുപ്പം മുതലേ പഠിപ്പിച്ചിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ നമ്മൾ പറയുകയല്ല, നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുകയല്ല, നമ്മൾ തന്നെ ജീവിച്ച് കാണിക്കാൻ മോഡലായിട്ടിരിക്കുന്ന ആൾ. അച്ഛൻ്റെ മാതാപിതാക്കളെ എങ്ങനെ കരുതിയോ അതുപോലെ എൻ്റെ മാതാപിതാക്കളെ കരുതുവാനുള്ള സ്വാതന്ത്ര്യവും അവരെ കൂടെ കൊണ്ട് നിർത്തി അവരെ ശുശ്രൂഷിക്കാനുള്ള അതിനുള്ള സ്വാതന്ത്ര്യം. ഇപ്പം പെമ്മക്കൊക്കെ അതിന് ആഗ്രഹമുണ്ടെങ്കിലും ഇനി ശമ്പളമുണ്ട്, പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ഭർത്താക്കന്മാരെ സമ്മതിക്കാതെ നമുക്ക് ഒക്കത്തില്ല. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും, അതിനുള്ള ആ ഒരു ഇനി ഞാൻ എന്ത് ചെയ്യണമോ അതിന് വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതും മക്കൾക്ക് നല്ലൊരു മാതൃകയായിട്ട് അവർക്കും ഞങ്ങളൊരു കൂട്ടുകുടുംബം പോലെ, അത് അച്ഛൻ്റെ പേരൻസിനെ ആണെങ്കിലും എൻ്റെ പേരൻസിനെ ആണെങ്കിലും നോക്കാൻ, അതുപോലെ പ്രായമുള്ളവരെ കരുതാൻ, നമ്മളൊരു ഇടവകയിലെ ഏത് കാര്യത്തിന് പോയാലും അങ്ങനെ ചെയ്യുവാനൊക്കെ അവരെ മുമ്പോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പിതാവെന്നുള്ള നിലയിലും ഭർത്താവെന്നുള്ള നിലയിലും
ഞങ്ങൾക്ക് വൈദികൻ എന്നുള്ള നിലയിലും നല്ല രീതിയിൽ ഇടവക ശുശ്രൂഷ ചെയ്യുവാനും അച്ഛന് സഹായിച്ചു. അത് ജനങ്ങളുടെ വലിയ സ്നേഹം, കരുതൽ, അതാദ്യം ഇരുന്ന ഇടവക തൊട്ട് ഇതുവരെയുള്ള ഇടവകളിൽ ജനങ്ങളുടെ ഭയങ്കര സ്നേഹവും കരുതലും ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടി. ദൈവത്തിൻ്റെ കൃപ ധാരാളം കിട്ടി. ഇതുവരെയുള്ള ജീവിതത്തിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇതുവരെ സംതൃപ്തമായ കുടുംബജീവിതം നയിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യവും തന്നു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ ഓടി നടന്ന് ഫ്രീ ആയിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ ദൈവകുറിവ് കഴിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട കാരണം മിനിയുടെ സപ്പോർട്ടാണ്. ഒരു സഹധർമ്മിണി എന്നുള്ള നിലയിൽ എനിക്ക് എവിടെയും പോകാൻ, എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടം പോലെ പോകാനുള്ള ഫ്രീഡവും അതിലെന്നെ വിശ്വസിക്കാനുള്ള മനസ്സും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഇതും ഞങ്ങളെവിടെ പോയാലും, ഞാനെവിടെ പോയാലും എന്നെ പ്രാർത്ഥിച്ച് മിനി വിടും, മിനി എവിടെ പോയാലും ഞാൻ പ്രാർത്ഥിച്ചു വിടും, ഞങ്ങളുടെ മക്കൾ പോയാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു വിടും. അങ്ങനെയുള്ള ഒരു നല്ല ഇതുണ്ട്. പിന്നെ എല്ലാം തുറന്ന് പങ്കുവെക്കുന്ന ഒരു കുടുംബമാണ്. പിന്നെ ഇല്ലാത്തതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ പരാതിയില്ല. ഉള്ളതിൽ തൃപ്തരാണ് ഞാനും ഭാര്യയും മക്കളും. അതിൻ്റെ കാരണം ഗോഡ് ഈസ് വിത്ത് അസ്. ജോർജ് മാത്യുവിൻ്റെയും മിനി കൊച്ചമ്മയുടെയും ജീവിതം കൂടുതൽ അനുഗ്രഹകരമായി സമൂഹത്തിന് കൂടുതൽ നന്മകൾ ചൊരിഞ്ഞ് മുന്നോട്ട് പോകട്ടെ എന്ന് മാർത്തോമ്മ വിഷ്ണു വേണ്ടി ആശംസിക്കുന്നു. അച്ഛൻ്റെ ജീവിതം, തുടർ ജീവിതം സമൂഹത്തിന് ധന്യമാകട്ടെ, വിശ്വാസ സമൂഹത്തിന് ധന്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തും. താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി മാർത്തോമ്മ വിഷൻ്റെ ഈ പദ്ധതി ഒരുക്കിയ സാം ചെമ്പോത്തിനോടുള്ള നന്ദിയും ഞങ്ങൾ പ്രകാശിപ്പിക്കും. താങ്ക് യു.